വിവാദങ്ങൾക്കിടയിൽ മലയാള സിനിമയിൽ പുതിയ ചരിത്രം കുറിച്ചിരിക്കുകയാണ് പൃഥ്വിരാജ് മോഹൻലാൽ ചിത്രമായ എമ്പുരാൻ. ചിത്രത്തിന്റെ ആഗോളതലത്തിലുള്ള തിയേറ്റർ ഷെയർ 100 കോടി കടന്നിരിക്കുകയാണ്. ഇതാദ്യമായാണ് ഒരു മലയാള ചിത്രം ഈ നേട്ടം കൈവരിക്കുന്നത്. ചിത്രം ഇതുവരെയും 240 കോടിക്ക് മുകളിൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിക്കഴിഞ്ഞു. മോഹൻലാൽ തന്നെയാണ് സിനിമയുടെ പുതിയ പോസ്റ്റർ പങ്കുവെച്ചുകൊണ്ട് ഈ കാര്യം അറിയിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ മുഖത്ത് അടികിട്ടിയ പോലെ ആയിരിക്കുകയാണ് കാര്യങ്ങൾ. എമ്പുരാന്റെ റിലീസിന് മുൻപ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ താരങ്ങളുടെ ശമ്പളം കുറയ്ക്കണമെന്നും സിനിമ ഇറക്കുന്നത് വഴി നിർമ്മാതാക്കൾക്ക് ലാഭമൊന്നും കിട്ടുന്നില്ലെന്നും പലർക്കും നഷ്ടമാണ് വരുന്നതെന്നുമുള്ള ആരോപണങ്ങൾ നിർമ്മാതാവായ ജി സുരേഷ് കുമാർ നടത്തിയിരുന്നു. ജൂൺ മുതൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ സിനിമാ സമരത്തിലേക്ക് പോകും എന്നങ്ങനെയുള്ള ചർച്ചകൾ പലതും നമ്മൾ കണ്ടതാണ്. അതോടൊപ്പം തന്നെ താരങ്ങളോട് ഒരു വെല്ലുവിളിയും ജി സുരേഷ് കുമാർ നടത്തിയിരുന്നു. മലയാളത്തിലെ ഏതെങ്കിലും ഒരു സിനിമ തിയേറ്റർ ഷെയർ 100 കോടി നേടിത്തന്നത് കാണിച്ചു തരാമോ എന്ന്. എന്നാൽ അങ്ങനെ ഒരു വെല്ലുവിളി നടത്തി ഒരു മാസം പോലും തികയും മുൻപാണ് പൃഥ്വിരാജ് മോഹൻലാൽ കൂട്ടുകെട്ടിലെത്തിയ എമ്പുരാൻ വെറും 7-8 ദിവസങ്ങൾ കൊണ്ട് ജി സുരേഷ് കുമാർ പറഞ്ഞ 100 കോടി തിയേറ്റർ ഷെയർ മലയാള സിനിമയ്ക്ക് ആദ്യമായി നേടിക്കൊടുത്തിരിക്കുന്നത്. നിലവിൽ മലയാളത്തിലെ ഏറ്റവും കളക്ഷൻ നേടുന്ന ചിത്രവും എമ്പുരാൻ സ്വന്തം പേരിലാക്കി കുതിപ്പ് തുടരുകയാണ്. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.